ഞങ്ങളുടെ ഫെറി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 മണിക്കായിരുന്നു. അത് സ്വാട്സ് ബേ എന്നാണ് പോണത് വാൻകൂവറിലേക്ക്. പക്ഷെ അത് ഞങ്ങൾ 7:03 ആയപ്പോഴാണ് അവിടെ എത്തിയത്. അപ്പോൾ ആ സംഭവം മിസ്സായിപ്പോയി. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ കാഷ്യറിൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു അടുത്ത ഫെറി എപ്പോഴാണ്. സാധനം എല്ലാ മണിക്കൂറും ഉണ്ട്, 8 മണിക്കും ഉണ്ട്, 9 മണിക്കും ഉണ്ട്. 9 മണിക്കാണ് ലാസ്റ്റ് ഫെറി. അപ്പോൾ അവർ പറഞ്ഞു 8 മണിയുടെ ഇല്ല, അപ്പോൾ ലാസ്റ്റ് ഫെറി 9 മണിയാണ്. അപ്പോൾ ഒരു 8 മണിക്ക് ശേഷം വന്നാലും മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് തന്നെ ചോദിച്ചു നമ്മൾ അടുത്ത സ്ഥലങ്ങൾ എവിടെയെങ്കിലും കറങ്ങാൻ പറ്റിയ സ്ഥലമുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഒരു 10 മിനിറ്റ്സ് ഡ്രൈവ് ബാക്ക് ചെയ്യുവാണെങ്കിൽ സിഡ്നി എന്ന് പറഞ്ഞൊരു ചെറിയ ടൗൺ ഉണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ചെറിയൊരു ടൗണാണ്, അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങളെല്ലാവരും കൂടി ഒരു വണ്ടി നേരെ തിരിച്ച് സിഡ്നിക്ക് വന്നേക്കാണ്. 10 മിനിറ്റ് ഡ്രൈവ് ഉള്ളൂ. അപ്പോൾ അവിടെ ഒന്ന് നോക്കി കാണാൻ കരുതിയാ. ഇത് സിഡ്നിയുടെ ബീച്ചിനോട് ചേർന്നുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും വീണ് കിട്ടുമോ നോക്കാം. എന്തെങ്കിലും ലക്ക് കിട്ടുവാണെങ്കിൽ കുറച്ച് സംഭവങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ചെയ്തു തരാം കേട്ടോ. അപ്പോൾ പോയി നോക്കാം നമുക്ക്. ഇവിടെ സിഡ്നിയൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഓക്കെ എന്നാ വാ. ഇതിവിടെ കടലിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുന്ന ഒരു പാത്വേ ആണ്. എനിക്ക് തോന്നുന്നു അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഫിഷിങ് നടത്തുന്നുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും കാണാൻ പറ്റും അവിടെ. ഇത് വലിയ വലകളൊക്കെ ഇവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. ഇവർക്കൊന്നൊരു പേടിയില്ല. ഒരു പേടിയില്ലേ സാധനത്തിന്? ഇവര് ഈ ആൾക്കാരൊക്കെ പരിചയമുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ടിരിക്കുകയാണേ. ഇതൊക്കെ ഞണ്ടുകാരാണ്, ഞണ്ടിനെ പിടിക്കുന്നവർ. ഇവിടെ 2 ഫാമിലി ഞണ്ട് പിടിക്കുന്നവരുണ്ട്, ഞണ്ട് പിടിക്കുന്നവരാണ്. ഇത് നല്ലൊരു വലിയ ബോക്സാണ്. ഹായ്. അവിടെ ഒരാൾ ഒരെണ്ണം പൊക്കുന്നുണ്ട്, പക്ഷെ അതിലൊന്നും ഇല്ലാന്ന് തോന്നണേ. അതവരങ്ങോട്ടേക്ക് ഇട്ട് ഓൾറെഡി. ഓ, ഈ സീകളിനൊരു പേടിയില്ലല്ലോ. ഇത് കണ്ടോ, ഇത് തൊട്ടടുത്താ. അത് കണ്ടോ, കൈ ഇത്രയും അടുത്താണത്. സിഡ്നിയിൽ നല്ലൊരു വ്യൂ ഉണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കാനുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. കലുകല്ലും കൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് വെച്ചിരിക്കുന്ന ഈ സംഭവം അങ്ങ് ലോങ് ആയിട്ട് പോയിട്ടുണ്ട്. വളഞ്ഞു പോയി നമുക്ക് അവിടെയൊക്കെ പോയി നടന്ന് ജസ്റ്റ് ഒരു കോഫി കുടിച്ചിങ്ങനെ ഇരിക്കാവുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ ഒരു ഫിഷ് മാർക്കറ്റ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ഫ്രഷ് ഫിഷ് മാർക്കറ്റ് ഉണ്ട് ഇവിടെ. പിന്നെ ഇത് അതിൻ്റെ വ്യൂ ആണ്. ഇവിടെ എല്ലാം എനിക്ക് തോന്നുന്നത് ചെറിയ ചെറിയ അപ്പാർട്ട്മെൻറ്റുകളും ഹോട്ടലുകളൊക്കെയാണ്. കൂടുതലും ടൂറിസ്റ്റുകളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ഫിഷ് മാർക്കറ്റ്. ഇപ്പോൾ ഏകദേശം 7:30 ആയതുകൊണ്ട്, വൈകുന്നേരം 7:30 ആയതുകൊണ്ട് ഇത് ക്ലോസ്ഡ് ആണ്. അല്ലെങ്കിൽ കുറച്ച് നല്ല ഫ്രഷ് മീൻ പിടിച്ചിട്ട് കൊണ്ടുപോകാറുന്നേ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നമുക്ക് സിഡ്നിയിൽ വരുവാണെങ്കിൽ ഇവിടുന്ന് ഫ്രഷ് ഫിഷ് മേടിച്ചുകൊണ്ട് പോകാം.
ഇവിടെ ഒരു ചെറിയ റെസ്റ്റോറൻ്റ് ഉണ്ട്, ലിക്കർ ഉണ്ട്, നല്ലൊരു ചേട്ടനുണ്ട് ഇവിടെ. ഇതൊരു പബ്ബാണ്. പബ്ബ് ഇവിടെ ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളൊക്കെ വരുന്ന കേട്ടോ. ചെറിയൊരു പബ്ബ്, പക്ഷെ ഉള്ളിൽ നിറച്ച ആൾക്കാരുണ്ട്. ഇവിടെ ആരാണ്ട് ഞണ്ടിനെ പിടിക്കുന്നുണ്ട്. ഇത് ഞണ്ടിനെ പിടിക്കുന്ന സാധനമാണേ. അവരത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ചിക്കൻ ഓ നൈസ്. ഓക്കെ, അത് ചിക്കൻ്റെ വിങ്ങാണ്. ആ പുള്ളി എറിഞ്ഞു ഓൾറെഡി അങ്ങോട്ട്. ചിക്കൻ്റെ വിങ്സ് അതിൽ കെട്ടിവെച്ചേക്കാണ്. നമുക്ക് നോക്കാം എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത്. അവർ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണേ. അവിടെ പറഞ്ഞിട്ടത് അവർ വലിക്കുന്നുണ്ട്. എന്തെങ്കിലും പടഞ്ഞിട്ടുണ്ടോട്ടെ. ഇങ്ങനെയാണ് കാനഡയിൽ ഞണ്ട് പിടിക്കണേ ഇവർ. നത്തിങ്, നോ പ്രോബ്ലം, നെക്സ്റ്റ് ടൈം ഫോർ ഷുവർ. അത് കിട്ടിയില്ലേ? ഒന്നുമില്ല അതിൽ. വീണ്ടും പറഞ്ഞേക്കാണ്. 1 2 3 3 അവരിട്ടിട്ടുണ്ട്. ഇത്ര നാളായിട്ട് കാനഡയിൽ വന്നിട്ട് അങ്ങനെ ഞണ്ട് പിടിക്കണമെന്ന് കണ്ടില്ലായിരുന്നു. ഇപ്പോൾ അതും കൂടി സാധിച്ചേ. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. നമുക്ക് ഫെറി മിസ്സായതുകൊണ്ട് അങ്ങനെ ഒരു ഗുണം കിട്ടി. ഇതാണ് ഇവിടെ വന്ന് നിന്ന് കിട്ടുന്ന നമുക്ക് വ്യൂവേ. നല്ല വ്യൂ ആണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല രസമായിരിക്കും തോന്നുന്നു. അടിപൊളി. 1 2 3 4 5 6. ചിലപ്പോൾ കൈ കയറി പിടിക്കും ഇത്. അങ്ങനെ കുറച്ച് ഞണ്ട് പിടിക്കുന്ന കാണാൻ പറ്റും ഇവിടെ വന്നിട്ട്. ഇതെല്ലാം മെയിൽ ക്രാബാണ്. മെയിൽ ക്രാബിനായിട്ട് ഇവർക്ക് എടുക്കാവുള്ളൂ. 5 6 ഉണ്ട്. That one crown not right yet. You will lose it. Yeah. Actually, it is. Should we check this one more time, Isla? You want me to go get another trap trap? Let's see what you got this time.
ma'am. ഇതൊക്കെയാണ് സിഡ്നിയിലെ വിശേഷങ്ങൾ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ 9 മണിക്ക് ഫെറി ഉള്ളതുകൊണ്ട് മിനിമം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴെങ്കിലും അവിടെ എത്തണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. ബാക്കി എല്ലാവരും വണ്ടിയിലാണ്. അവർ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ക്ഷീണമായിട്ട് കിടന്ന് ഉറങ്ങുക. നമ്മുടെ സുഹൃത്ത് റോബിനാണെങ്കിലും ഇപ്പോൾ വണ്ടിയിലേക്ക് തിരിച്ചു പോയി. അപ്പോൾ ഞാൻ അവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ഫെറിയിലേക്ക് പോകുമ്പോൾ അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ ഇവിടുത്തെ വളരെ അടിപൊളിയായിട്ടുള്ള വിശേഷങ്ങൾ കുറേ ഉണ്ട്. അത് അടുത്ത എപ്പിസോഡുകളിൽ നിങ്ങളിലേക്ക് എത്തിക്കാം. എല്ലാവർക്കും ഒരു നന്ദി, നമസ്കാരം.